മറ്റു പ്രഭാഷകരിൽ നിന്നും ഈ പ്രഭാഷകനെ വേർതിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ചില കാര്യങ്ങൾ, വിശകലനങ്ങളാണ്. നന്മ ചെയ്യുന്നിടത്ത് നമ്മൾ ഒരിക്കലും ജാതിയോ മതമോ അങ്ങനെയുള്ള അതിർവരുമ്പുകളൊന്നും തന്നെ നമ്മൾ നോക്കാൻ പാടില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്താണ് മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ നമ്മൾ നന്മ ചെയ്യുക. കാരണം അവിടെ അർഹതക്കാണ് പ്രാധാന്യം. അർഹത നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരാളെ വിധി നിർണ്ണയിക്കാൻ പറ്റൂ. അവിടെ നമ്മൾ മതത്തെ കൂട്ടിച്ചേർക്കരുത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നന്മ ചെയ്യുന്നിടത്ത് ജാതി മതം വേർതിരിക്കുന്നവർ ഇന്ത്യ ക്ലാസ്സിൽ വരരുത്. ഇന്ത്യ ക്ലാസ്സിൽ പാടില്ല. നന്മ ചെയ്യുന്നിടത്ത് അർഹനെയാണ് പരിഗണിക്കേണ്ടത്. ജാതി ഇല്ല, അതിൽ മതമില്ല. അള്ളാഹു റഹ്മാനാണ്, മനസ്സിലായിക്കൂടി. അള്ളാഹു തആലയ്ക്ക് ഒരു ഗുണം ചെയ്യും, റഹ്മത്ത് കാരുണ്യം ചെയ്യുന്നിടത്ത് ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനില്ല, മതമുള്ളവനില്ല, മതമില്ലാത്തവനില്ല, ഒന്നും കണക്കില്ല. അള്ളാഹു റഹ്മാനാണ്. തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ. ജാതി മതം നോക്കാതെ ഗുണം ചെയ്യുന്ന റഹ്മാന്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കുകയും എന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ ഗുണം സ്വീകരിക്കുക, സ്വഭാവം സ്വീകരിക്കുക. റഹ്മാൻ എന്നാൽ വഴിപ്പെട്ടവർക്കും ചെയ്യും, വഴിപ്പെടാത്തവർക്കും ചെയ്യും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനൊന്നും അള്ളാഹു തആല ഗുണം ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങളും ചെയ്യും. അത് ആ വാക്കാണ് അവിടെ റസൂൽ പറഞ്ഞത്. ഹദീസ് മറക്കരുത്. തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ സ്വഭാവങ്ങളെ നിങ്ങളും സ്വീകരിക്കുക. അതൊന്നും അവിടെ കണക്കാക്കരുത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ മനുഷ്യൻ ആവശ്യക്കാരെ പരിഗണിച്ച് ചെയ്യുക, ആവശ്യക്കാർക്ക് ഉപകാരം ചെയ്യുക. ജാതി എന്ത് മതം എന്തൊന്നും നോക്കാൻ പാടില്ല. മനുഷ്യരെ എല്ലാം ഒന്നായി കാണുക.